നമസ്കാരം. നമ്മുടെ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത. ഈ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മകുമാർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാവുകയാണ്. ബംഗളൂരുവിൽ LLBക്ക് പഠിക്കുന്നതിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് അനുപമ ഇൻസ്റ്റഗ്രാമിലടക്കം സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് മുന്നിലെ വീഡിയോകളാണ് അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നെറ്റിസൺസ് രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ LLBക്ക് പഠിക്കുന്നതിന് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ അനുപമയാണ് കേസിന്റെ പ്രധാന ആസൂത്രക എന്ന വാദമുയർത്തി സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. എന്നാൽ മറ്റാരുടെയെങ്കിലും ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചിരുന്നത് എങ്കിൽ അവരാണ് ആസൂത്രകർ എന്ന വാദമുയർത്തിയായിരിക്കും സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കുക. ഇത് അനുപമയുടേതായതുകൊണ്ട് ആസൂത്രണം അനുപമയാണെന്ന് പറയുന്നു. ഈ കേസുമായി അനുപമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കേസിലെ 1ഉം 2ഉം പ്രതികൾ മാതാപിതാക്കളാണ്. പഠനാവശ്യത്തിന് വേണ്ടിയാണ് ജാമ്യം ആവശ്യപ്പെടുന്നത് എന്നും അനുപമയുടെ അഭിഭാഷകൻ വാദിച്ചു. തുടർന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുതെന്നും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജസ്റ്റിസ് DS ഡയസിന്റെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ വർഷം നവംബർ ഒടുവിലാണ് ഓയൂർ ഓട്ടുമലയിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടാകുന്നത്. കാറിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഡിസംബർ 1-ന് പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിത രാജിൽ KR പത്മകുമാർ, ഭാര്യ AR അനിതകുമാരി, മകൾ P അനുപമ എന്നിവർ പിടിയിലാവുകയായിരുന്നു.